യെസ്, തിരികെ വരുമ്പോൾ ലേഡീസ് പാൻറിൽ ഇനി അതിഥി. മഴ ദുരിതങ്ങൾക്കും രാഷ്ട്രീയ വാർത്തകൾക്കും അപ്പുറം അല്പം സംഗീത വിശേഷങ്ങളിലേക്കാണ് ഇനി ലേഡീസ് ബാൻഡ് കടക്കുന്നത്. അതിനായി അതിഥി എത്തിയിട്ടുണ്ട്. സൈക്കോ ഹൊറർ ത്രില്ലർ ഹണിമൂൺ ട്രിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ സംഗീത സംവിധായകൻ GK ഹരീഷ് മണിയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. സർ, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം. എന്തൊക്കെയാണ് ഹണിമൂൺ ട്രിപ്പ്? ഇന്ന് എന്തായാലും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. സിനിമ എന്തായാലും പൂർണ്ണ വിജയമാകട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ആശംസിക്കുകയാണ്. എന്തായാലും എന്താണ് ഹണിമൂൺ ട്രിപ്പ് പ്രേക്ഷകർക്കായി കാത്തുവെച്ചിരിക്കുന്നത്? ആദ്യം അതിൽ തുടങ്ങിയിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് എൻ്റെ 7ാമത്തെ ഫിലിമാണ് ഞാൻ സംഗീതം ചെയ്യുന്ന. ഇതൊരു സൈക്കോ ഹൊറർ ത്രില്ലർ. അത് നമ്മൾ കുറേ ചിത്രങ്ങളിപ്പോൾ വരുന്നുണ്ട്, ആ കൂട്ടത്തിലെ ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയില്ല. അതാണ് കാരണം. ഇതിലെ 3 പാട്ടുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന വേറൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, എന്നെ വിളിച്ചിട്ട് ഒരു പാട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പടത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജ് മുതൽ ഞാനില്ല. ഇതിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പാട്ട് റഫീഖ് അഹമ്മദ് സാറാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ സംഗീതം നൽകി. വിനയ് ശ്രീനിവാസനും രാധിക എന്ന ഒരു പുതിയ പിന്നണി ഗായികയാണ് പാടിയിരിക്കുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് ഇതിലേക്കൊരു വിളി വന്നത്? അല്ല, ഈ പ്രൊഡ്യൂസറുടെ നേരത്തെ ഒരു പടം ഞാൻ ചെയ്തിരുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊരു ഫിലിം. അത് 2013 അപ്പോൾ അതിൽ ONV ദാസാറ് അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ, MG ശ്രീകുമാരേട്ടൻ, റെമി ടോമി, മനോജ് സാറ്, ഞാനും പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് റെഫറൻസ് വെച്ചിട്ടാണ് എനിക്കിങ്ങനെ എന്നെ വിളിക്കാൻ കാരണം. ശരി. എന്തായാലും മറ്റൊരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. അതിന് മുൻപ് എന്തായാലും ഒരു സംഗീത സംവിധായകൻ അപ്പുറത്തേക്ക് ഒരു ഗായകൻ കൂടിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്, അതുപോലെ സ്റ്റേജ് ഷോകളിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നല്ലൊരു പാട്ടിലൂടെ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഇതിലെ പാട്ട് തന്നെ പാടാം. ഓക്കെ. കാറ്റാടിയായി ഒരു കാറ്റാടിയായി എന്നഴകേ നിൻ വഴിയിൽ, നീ മൊഴിയും വാക്കുകൾ പുതുമഴയായി ആടിയുലഞ്ഞു ഞാൻ, നിൻ ചിരിയോ തിരനുരയായി ഇളവെയിലോ കാറ്റലയായി, എൻ ഹൃദയം പോൽ വെൺമലലിൽ ഞാൻ നിൻ കാലടി കണ്ടു. ഇതാണ് ഇതിലെ ഗാനം ഞാൻ ചെയ്തിരിക്കുന്നത്. യെസ്, അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. യെസ്, ആ പാട്ട് എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി കാണാമല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ. ഈ സാറ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ? ഞാൻ ആദ്യം ചെയ്തത് തമിഴ് തെലുഗു ഫിലിമാണ്. അത് ചെയ്ത് അതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ മലയാളം പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അനുഭവം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ തമിഴ് തെലുഗു ഫിലിം. അതിനുശേഷം വന്നതാണ് മലയാളം വന്ന് 7-8 ചിത്രങ്ങളായി. ഏത് ഭാഷയിലാണ് സംഗീത സംവിധാനം കൂടുതൽ ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ട് ഏതാണ്? മാതൃഭാഷ തന്നെയാണോ? അതെ, അങ്ങനെ പറയാൻ പറ്റില്ല. സംഗീതത്തിന് അതിൽ വരുമ്പോൾ ഭാഷയില്ല. പിന്നെ നമുക്ക് കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളം ലിറിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ മലയാളം, തമിഴ് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സൗകര്യമാണ്. പിന്നെ തെലുഗു എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഈ വാക്കുകൾ മുറിഞ്ഞു പോകാതെ നോക്കണം. അത് നമുക്കറിയില്ലല്ലോ. അത്രയും ഇതായിട്ട് നമുക്ക് ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ട്യൂണിട്ട് ആ ട്യൂണിൽ നമുക്ക് ആ ലിറിസിനെ കൊണ്ട് എഴുതിച്ചെടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മുടെ മലയാളത്തിലും ഇഷ്ടംപോലെ അടുത്ത ഭാഷയിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വന്ന് വളരെയധികം ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള വാസ്തവം പറഞ്ഞാൽ ഒരു 50% അതർ സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലുള്ള കോമ്പിനേഷൻ എല്ലാവരും ചേർന്നുള്ളൊരു ഇതാണ്. ഇതുവരെ സംഗീത സംവിധാനം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത് ഏത് പാട്ടിനാണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതെ, എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. അത് ദൈവം തരുന്ന ഓരോ ട്യൂണാണ്, നമ്മുടെ കഴിവല്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള ഫിലിമിലെ പാട്ടാണ്. അതും ഗാനഗന്ധർവൻ, ഞാൻ ഈശ്വരനായി കാണുന്ന സംഗീതജ്ഞനാണ് ദാസാറും
അതുപോലെ ജ്ഞാനപീഠം ONV സാറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സോങ് ഉണ്ട്. അത് പാട്ട് പൂ മഞ്ചലുമായി മൃതിയിൻ ജീവനെ വരവേൽക്കേ ഈ മൃണ്മയമാ ഉടലിൽ പൊൻതിരി പൊലിയുമ്പോൾ. ഈ പാട്ടിനൊരു പ്രത്യേകത, എൻ്റെ ട്യൂൺ കേട്ട് ഇഷ്ടപ്പെട്ട് ONV സാർ എഴുതി തന്ന ഒരു ഗാനമാണ്. അതുപോലെ ദാസാറും അത് നേരിട്ട് എനിക്ക് പാടി തന്നതാണ്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷനിൽ മലയാളത്തിലെ ഏറ്റവും ലാസ്റ്റ് കോമ്പിനേഷനാണ് ഈ സോങ്. ഈ ഹണിമൂൺ ട്രിപ്പ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് ഇത് കേട്ടവർ പറയുന്നത് ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ ഡിഫറെൻ്റായിട്ട് ഒരു ന്യൂജൻ സിറ്റുവേഷനിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഈ പാട്ട് എന്നെ ചെയ്യാനായി ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ആ പാട്ട് അത്രത്തോളം ഞങ്ങളുടെ ഇതോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത്രത്തോളം ഒരു ന്യൂജൻ സെറ്റപ്പിൽ വരണം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ട്യൂൺ ഇടുന്നത്. ട്യൂൺ ഇട്ടതിന് ശേഷമാണ് ഇത് എഴുതിക്കാനായിട്ട് റഫീഖ് അഹമ്മദ് സാറ് നല്ലൊരു ഹിറ്റ് ലിറിസിസ്റ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ. അതുപോലെ വിനീത് ശ്രീനിവാസൻ നല്ല ഓഡിയൻസുള്ള ഒരു സിംഗറാണ്. അദ്ദേഹം എല്ലാ മേഖലകളിലും വലിയ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സജഷൻ വെച്ചു, ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഗാനം പിറക്കുന്നത്. നല്ല റെസ്പോൺസാണ്. ആ പാട്ട് കേട്ടവരെല്ലാം നല്ല ഒപ്പീനിയനാണ്, വളരെ ഡിഫറൻ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സാർ പറയുകയും ചെയ്തു ന്യൂജൻ പാട്ടാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഇത് തന്നെയാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ മെലഡി ആ ഒരു മോഡലാണോ താല്പര്യം? എന്താ ഞാൻ എത്ര ന്യൂജൻ ചെയ്താലും മെലഡി ഉണ്ടെങ്കിൽ പാട്ട് നിൽക്കൂ. ഈ പാട്ടും മെലഡിയാണ്. തീർച്ചയായും മെലഡി കൂടിയ ന്യൂജൻ ആണ്. അതെ അതെ അതെ. അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് അയ്യോ അച്ചാന്നൊക്കെ വിളിക്കുന്ന അങ്ങനെയുള്ളതല്ല, ഒരു മെലഡി ട്യൂണാണ്. അതിൽ മഹാനായ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, നല്ലൊരു സിംഗർ പാടിയിട്ടുണ്ട്, അതുപോലെ ഫീമെയിലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. രാധിക എന്നൊരു കുട്ടിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ന്യൂജൻ മെലഡി സോങ്. അതെ, എന്നോട് PCR എന്ന് പറയുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് പാടിച്ചോളാൻ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മഴക്കാലമാണ്. അപ്പം ഒരു നല്ല മഴക്കാലമാണ്, കുറെ ആളുകൾ മഴയുടെ ടെൻഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു മഴപ്പാട്ടായിക്കോട്ടെ. മഴപ്പാട്ട് ഇഷ്ടംപോലെ തമിഴ് മലയാളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കുറേ ഗാനം ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വളരെ ഫെമിലിയറായ പുതുവെള്ളൈ മഴ, റോജല, എല്ലാവരുടെയും ഫേവറേറ്റ്. അതെ അതെ. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. ഉണ്ണിച്ചേട്ടനും സുജാത ചേച്ചി പാടിയതാണ്. വളരെ ഹിറ്റ് റഹ്മാൻജിയുടെ സംഗീതം. തീർച്ചയായും. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം, ഈ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ചും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ശ്രീ ബോംബേസ് കമാൽ സാറാണ് ഒരു കോമ്പറ്റീഷനിൽ പരിചയപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കോറസ് പാടാനായി എന്നെ വിളിച്ചതാണ്. അത് അന്ന് നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്നുള്ളറിയില്ല, 94-ലാണ്. ഞാനും കൊച്ചു പ്രായമാണ്, പഠിക്കുന്ന കാലഘട്ടം. അങ്ങനെ തരങ്ങണി സ്റ്റുഡിയോയിൽ കോറസ് പാടാൻ വിളിക്കുന്നു. ഒരു നിമിത്തം ആ കോറസ് പാടാൻ പോകുമ്പോൾ മാർക്കോസ് സൈഡിന് വേണ്ടിയുള്ള ക്രിസ്ത്യൻ ഡിവോഷനിലാണ്. അപ്പോൾ അതിന് ട്രാക്ക് പാടാനുള്ള സിംഗർ വരാത്ത കാരണം എന്നോട് സാറ് ചോദിച്ചു പാടാമോ. ഞാൻ പറഞ്ഞു സാർ സ്റ്റുഡിയോയിൽ കയറുന്ന ആദ്യമായിട്ടാണ്, കുറച്ച് പ്രോഗ്രാം പാടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല ഞാൻ പഠിപ്പിക്കുന്ന. അന്ന് 10 പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു. സ്പോട്ടിൽ പഠിച്ചാണ്, ഇന്നത്തെ പോലെയല്ല, സ്പോട്ടിൽ പഠിച്ചിട്ട് അങ്ങ് പാടാണ് വിത്ത് ഓർക്കസ്ട്ര. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പഞ്ചിങ് സിസ്റ്റമാണ്, ട്രാക്ക് സിസ്റ്റം. ഇപ്പോൾ ദാസാർ എൻ്റെ പാട്ട് പാടുമ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ഓർക്കസ്ട്ര എല്ലാം കൊണ്ട് പെൻഡ്രൈവും കൊണ്ട് മദ്രാസിൽ പോകുന്നു, സാറിൻ്റെ വോയിസ് എടുക്കുന്നു, ഇങ്ങ് വരുന്നു. ഇപ്പോൾ അതുമല്ല, മെയിലിൽ അയച്ചു കൊടുത്തും പാടിക്കാം. അത്രയ്ക്കും ഫെസിലിറ്റി ഉള്ള ആ സമയത്ത്, ഞാൻ പാടുന്ന ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി വിത്ത് ഓർക്കസ്ട്ര, വയലിനും എല്ലാം ഉള്ള ആ ഓർക്കസ്ട്രയിൽ 10 പാട്ട് ഓൺ ദ സ്പോട്ട് പഠിച്ച് പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ട്രാക്ക് സിംഗറായി കുറേ നിന്നു, തമിഴിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് മ്യൂസിക് ഡയറക്ടറായി കുറേയധികം പാട്ടുകൾ
എന്തായാലും ഞാനൊരു 2000-2500 പാട്ട് വരെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. അതായത് ഒരു അപ്രതീക്ഷിത വരവായിരുന്നു സിനിമയിലേക്ക്. അപ്രതീക്ഷിത എന്ന് പറഞ്ഞാൽ തുടക്കം അതായിരുന്നു, പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവിടുന്ന് മദ്രാസിലായിരുന്നു സ്ഥിരം ഇതിനു വേണ്ടി, പാടാൻ വേണ്ടി. അതൊരു പാഷൻ മാത്രമല്ല, പിന്നെ അത് പാഷനായിരുന്നു, ഇപ്പോൾ അത് ജീവിതമായി. ഈ സ്റ്റേജ് ഷോകളിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഈ സ്റ്റേജ് ഷോകളിലൊക്കെ പാടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ കാണികളുടെ ഭാഗത്ത് നിന്ന് കൈയ്യടി കിട്ടി, അല്ലെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ആവേശത്തിലാക്കി? നമുക്ക് ഈ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങളുണ്ടാവും, പുറത്തെ കാണികൾ ആവേശത്തോടെ കൈയ്യടിക്കുന്നു. അപ്പൊ അങ്ങനെ കൈയ്യടി കിട്ടിയ ഒരു പാട്ട് ഏതായിരുന്നു? ആ പാട്ട് ഏതാന്ന് ചോദിച്ചത് അത് പാടാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് ഓരോ സീസണിലും ഓരോ ഇത് ഒരു 3000-3500 സ്റ്റേജ് വരെ ഞാൻ പാടിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, പുറം രാജ്യങ്ങളിലും. അപ്പോൾ അതിൽ ഇങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു പാട്ടില്ല. ഓരോ സീസണിൽ നമുക്ക് ഏതാണോ ഹിറ്റ് അത് പാടും. അതും പ്രത്യേകിച്ച് മെലഡി സോങ് ഞാൻ സ്റ്റേജിൽ പാടിയത് കുറവാണ്. ആ സ്റ്റേജ് ഷോ നടത്തുന്ന സമയത്ത് ഹിന്ദി, തമിഴ് അടിപൊളി പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത്, മുക്കാല പോലുള്ള പാട്ടുകൾ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പാടാനും ചെയ്യാനും ഇഷ്ടം മെലഡി സോങ്ങാണ്. പിന്നെ ഇതിലൊരു അനുഭവം, ഞാൻ വിദേശത്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാമിൽ 12 പ്രാവശ്യം ഒരു പാട്ട് പാടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് നമ്മളിപ്പോൾ ചോദിക്കും, ഒരു പ്രോഗ്രാമിൽ 24-25 പാട്ടേ ഉള്ളൂ, ഇവിടെ 2-2.5 മണിക്കൂർ പ്രോഗ്രാം. ഇതങ്ങനെയല്ല, 3-4 മണിക്കൂർ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ 12 പ്രാവശ്യം ഒരു പാട്ട്. ആ പാട്ട് ഞാൻ പറയാം, നമ്മുടെ ലെജൻഡറി, നമ്മുടെ എന്തു പറയാം, സെൽദാടെ ദാസാർ പാടിയ കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും, 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. ഈ പാട്ട് അങ്ങനെ പാടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പാട്ട്. എന്നാലും ഈ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേജിൽ പാടിയിട്ടുള്ളത്. ശരി, ഓക്കെ. ഈ സംഗീത സംവിധായകൻ എന്നതിലപ്പുറം ഒരു ഗായകൻ എന്ന റോളിൽ കൂടി സിനിമയിൽ എത്തണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ 20 ചിത്രങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ വലിയ ഹിറ്റുകളല്ല. കാരണം ഞാൻ ഈ സംഗീത സംവിധായകനായി ഇറങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 15 വർഷമായി. അപ്പോൾ അതിലോട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ദാസാറിനെയാണ്. ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുമ്പോൾ ഈ പാട്ട് ദാസാർ പാടിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഇതിലാണ് കാണുന്നത്. അപ്പോൾ ആ ലെവലിലോട്ട് നമുക്ക് പാടി പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകാർ പാടട്ടെ, അതല്ലെങ്കിൽ ഈ പുതിയ തലമുറകളിലെ നല്ല പാട്ടുകാർ പാടട്ടെ എന്നുള്ള ഒരിതാണ്. ഈ കൂടുതൽ പാടിക്കാൻ ഇഷ്ടമുള്ള ഗായകർ ആരാണ്? ആ ഒരു ചോദ്യം എത്രത്തോളം പറയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ അത് ഈ പുതിയ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും പോലെ. നമുക്ക് പാടിക്കാൻ ആഗ്രഹം ഒരുപാടൊന്നും അവർ പാടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ദാസാർ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. SP സാറിനെ ആ പടത്തിൽ തന്നെ പാടിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് കാരണം മനോജ് സാറാണ് പാടിയത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംഗേഴ്സിനെ പാടിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമാണ്. ഈ ന്യൂ ജനിൽ നമ്മൾ കുറ്റം പറയുന്നതല്ല, ഈ പാടിച്ച മനോജ് സാർ അടക്കം ഈ സീനിയേഴ്സായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈവൻ നമ്മുടെ മധുബാലകൃഷ്ണൻ, സുദീപ് കുമാർ, വിജയ്, അവരും എല്ലാം എൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുള്ളതാണ്. അവർക്കുള്ള ആ ഒരു ഡെഡിക്കേഷൻ പുതിയ തലമുറയിലെ കുട്ടികൾക്കില്ല. ഇല്ലെന്നുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. പക്ഷേ മധുബാലകൃഷ്ണൻ പോലും എൻ്റെ ഒരു 20-25 പാട്ട് പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് അതിനെ പാടിയിട്ട് ഇങ്ങോട്ട് ചോദിക്കും. ദാസാറും ചോദിക്കും, ഹരീഷ് ഇങ്ങനെ മതിയോ? അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ ഇല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. എല്ലാവർക്കും അല്ല, ഒരു 90% ഇല്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സംഗീത സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ പാടി കൊടുക്കുക എന്നുള്ളത് ആദ്യം ഈ പുതിയ തലമുറയിലെ പാട്ടുകാർ ആദ്യം പഠിക്കണം. എന്നാലേ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്ങിന് വിളിക്കുന്ന സിംഗറിന് പിന്നെ അടുത്ത ഒരു അവസരം കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യം കാണില്ല. ശരി, എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് പാട്ടുകളൊക്കെ ചോദിക്കാനും പാടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം നിന്നതിന് വളരെയധികം നന്ദി ശ്രീ ഹരീഷ് മണി. എന്തായാലും ഈ ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയതിന് ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു. അതുപോലെ എനിക്കും പറയാനുള്ളത്, ഈ മഴക്കാലത്ത്, ഈ മഴ കെടുതി നടക്കുന്ന സമയത്ത് ഈ പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്ന ന്യൂസ് 18-നും അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.